കണ്ടറിയാത്തവർ കൊണ്ടറിയും എന്ന് വെറുതെ പറയുന്നതല്ല. പക്ഷേ ഇതങ്ങനെ കണ്ടറിയാത്തവരും കൊണ്ടറിഞ്ഞവരും അറിയിച്ചവരും തമ്മിൽ തീരുന്ന പ്രശ്നവുമല്ല. സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പദ്ധതികൾ തിരിച്ചറിയാനാകാത്ത നിഷ്കളങ്കതയുമായി ഇനിയും നമ്മുടെ രാജ്യത്ത് ഒരു സമൂഹത്തിനും സമാധാനമായി ജീവിക്കാനാകില്ല. ആ തിരിച്ചറിവാണ് മലയാളി കന്യാസ്ത്രീകൾക്ക് നേരിടേണ്ടി വന്ന പീഡാനുഭവം ഓർമ്മിപ്പിക്കുന്നത്. കേരളം തലയുയർത്തി ചെറുക്കുന്നത് ആ രാഷ്ട്രീയ പദ്ധതി തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. BJPയുടെ രാഷ്ട്രീയ ചൂണ്ടയിൽ വീഴാൻ വെമ്പി നിന്ന ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളും അത് തിരിച്ചറിഞ്ഞേ പറ്റൂ. തൽക്കാലം ഞങ്ങൾ സുരക്ഷിതരാണല്ലോ, ഇപ്പോൾ ഞങ്ങളെ അവർക്ക് വേണമല്ലോ, അവർക്ക് നമ്മളെ ആവശ്യമുള്ളിടത്തോളം നമ്മൾ പേടിക്കേണ്ട എന്ന് സ്വാർത്ഥത കാണിച്ച എല്ലാവർക്കും ഇപ്പോൾ കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. ഇനിയെങ്കിലും കണ്ണു തുറന്നാൽ കൊള്ളാം. അതല്ല, കടിച്ച പാമ്പ് തന്നെ വിഷമിറക്കിയല്ലോ എന്നാണ് നിലപാടെങ്കിൽ ഇനിയും ഉറക്കം നടിക്കാം. മതേതരത്വത്തോട് കേരളത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധതയിൽ വിശ്വസിച്ച് ഇനിയും സമാധാനമായി ഉറങ്ങാം. പക്ഷേ ഒന്നു മാത്രം മറക്കരുത്, കേരളത്തിന്റെ ഈ കെട്ടുറപ്പിനോട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കണം.